UDFന്റെ നിലപാട് മുസ്ലിം ലീഗ് തീരുമാനിച്ചാൽ മതിയെങ്കിൽ നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല. ഈ പാണക്കാട് കയറിയിട്ട് എന്താ അവർക്ക് അന്വേഷിക്കാനും അവിടെ റെയ്ഡ് നടത്താനും അവർക്ക് ധൈര്യമുണ്ടോ? അല്ല, പാണക്കാട് നടക്കുന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയണ്ടല്ലോ. അതേപോലെ ഭയങ്കരമായി ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ, വ്യാപാര അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഊതിക്കൊടുക്കലും കെട്ടിക്കൊടുക്കലും ഏർപ്പാടാക്കലും സംവിധാനങ്ങളും. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ പാകിസ്ഥാനിൽ പോകണം. മുമ്പ് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. ഇവിടുത്തെ ഒരു സംവിധായകനോട് പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾ ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ ശക്തമായിട്ട്. പക്ഷെ മുസ്ലിം ലീഗിന്റെ പതാക വരുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയേണ്ട കാര്യം എന്താ? അവർ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നവരാണോ? അവർ പാകിസ്ഥാന് വേണ്ടി വാദം ഉന്നയിക്കുന്നവരാണോ? അല്ല. ഞാൻ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ അതിശക്തമായി ഞങ്ങൾ എതിർക്കും. അത് ജനവിരുദ്ധമാണ്. പക്ഷേ അവരെ പാകിസ്ഥാൻകാരായിട്ട് ചിത്രീകരിച്ചാൽ, അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഒരു കപട ദേശീയത ഉയർത്തിപ്പിടിക്കാനാണ്. നിങ്ങൾ ജനങ്ങളെ മതഭ്രാന്തരാക്കുന്നതോടൊപ്പം കപട ദേശീയത പകർന്നു കൊടുത്ത് ദേശഭ്രാന്തന്മാരും കൂടി